നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ലയനവിരുദ്ധ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് അധ്യാപകർ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയാണ് മൂവാറ്റുപുഴയിൽ അധ്യാപകരുടെ പ്രതിഷേധം. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ ലയനവിരുദ്ധ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച വിദഗ്ധ സമിതി നൽകിയ കരട് റിപ്പോർട്ടിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കി സെക്കൻഡറി വിഭാഗമാക്കി മാറ്റാനും ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികകൾ ഇല്ലാതാക്കാനുമുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സൂചനാ സമരത്തിന്റെ ഭാഗമായാണ് ക്യാമ്പിൽ പ്രതിഷേധ സംഗമം നടന്നത്. 1 മുതൽ 12 വരെ ക്ലാസുകളെ ലയിപ്പിക്കുന്നതിലൂടെ കൗമാരക്കാരായ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ലഭിക്കുന്ന മികച്ച പഠനാവസരങ്ങൾ നഷ്ടമാകാനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ തയ്യാറെടുപ്പുകൾ അവതാളത്തിലാക്കുന്നതിനും പഠന നിലവാര തകർച്ചയ്ക്കും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്കും കാരണമാകും. സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളെ തകർത്ത് സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഹയർ സെക്കൻഡറിയെ തരം താഴ്ത്തി ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ലയനവിരുദ്ധ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 8 വർഷങ്ങളായി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടി MA ഖാദറിനെ അധ്യക്ഷനായിക്കൊണ്ടൊരു ഖാദർ കമ്മിറ്റിയെ രൂപീകരിക്കുകയും ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം KSTA വയനാട് രേഖയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആ KSTA രേഖയെ മാനദണ്ഡമാക്കിക്കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നമുക്കറിയാം. ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ലയിപ്പിച്ചുകൊണ്ട് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ ഏകീകരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുകയാണ്. അതിന്റെ അവസാനഘട്ട മിനുക്കുപണി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു കരട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ കരട് റിപ്പോർട്ടിൽ അടുത്ത അക്കാദമി വർഷം കേരളത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയും ഉണ്ടാകില്ലെന്നും ഇനി ഈ 2 മേഖലകളും സെക്കൻഡറി മേഖലയിൽ ലയിച്ചുകൊണ്ട് വാനിഷ് ചെയ്യപ്പെടും എന്നുമാണ് നമ്മുടെ റിപ്പോർട്ടിലുള്ളത്. അത് നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റിനെ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത അക്കാദമി വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു നടപടിയെ ചെറുക്കുന്ന വലിയ സമര പരിപാടികളുമായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപക ഫെഡറേഷൻ മുന്നോട്ട് പോവുകയാണ്. പ്രതിഷേധ സംഗമത്തിൽ അധ്യാപകർ ഹയർ സെക്കൻഡറി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തിളക്കമാർന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹയർ സെക്കൻഡറി സംവിധാനത്തെ അതിന്റെ എല്ലാ മഹിമകളും നഷ്ടപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നട്ടെല്ലായ ഹയർ സെക്കൻഡറി മേഖലയെ കലുഷിതമാക്കുന്ന ഏകീകരണ നീക്കം അനാവശ്യവും അബദ്ധജടിലവും ആത്മഹത്യപരവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജില്ലാ ട്രഷറർ സിനോജ് ജോർജ്, ഷെറിൽ ജേക്കബ്, ഷനോജ് എബ്രഹാം, പ്രീത K നായർ, സിന്നി ജോർജ്, ഡോക്ടർ ആൻസി ഐസക്, ഡോക്ടർ ഷാജി പോൾ, ബോബൻ K മാത്യു, റെജീന KA, ജോർജ് K തോമസ് എന്നിവർ നേതൃത്വം നൽകി. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ.